സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം കൈകൊടുത്തത് മറ്റ് മണ്ഡലങ്ങളിലും BJP ഉയർത്തും. CPM കോൺഗ്രസ് നേതാക്കൾ പലവട്ടം ചർച്ചകൾ നടത്തി രൂപപ്പെടുത്തിയ അവിശുദ്ധ സഖ്യം കോൺഗ്രസിനായിരിക്കും കൂടുതൽ ക്ഷീണം ഉണ്ടാക്കുക. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, എന്താണ് തൃപ്പൂണിത്തുറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, അവിടെ BJPയുടെ വലിയ മുന്നേറ്റം തന്നെ അവരുടെ അടിത്തറ ഇളക്കിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള അടിയും. തീർച്ചയായിട്ടും ഏതാണ്ട് 45 വർഷത്തെ ഇടതുകോട്ട തകർത്തുകൊണ്ടാണ് BJP തൃപ്പൂണിത്തുറയിൽ ഭരണം പിടിച്ചത്. 21 BJP കൗൺസിലർമാരും 20 CPM കൗൺസിലർമാരും, അതായത് 20 LDF കൗൺസിലർമാരും അതുപോലെ തന്നെ 12 UDF കൗൺസിലർമാരുമാണ് തൃപ്പൂണിത്തുറ നഗരസഭയിലുള്ളത്. ഒരു കൗൺസിലറുടെ മാത്രം ഭൂരിപക്ഷത്തോടെയാണ് BJP അവിടെ ഭരണം പിടിച്ചത്. പക്ഷേ ആ ഭരണം പിടിക്കുന്ന ഘട്ടത്തിൽ തന്നെ BJPയെ മാറ്റി നിർത്തി ഒരു അവിശുദ്ധ സഖ്യത്തിലൂടെ BJPയെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള നീക്കങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും BJPക്ക് വേണ്ടി BJP അകറ്റി നിർത്താൻ വേണ്ടി UDFും LDFും കൈപിടിച്ചാലുണ്ടാകുന്ന രാഷ്ട്രീയമായിട്ടുള്ള ദോഷം ചെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പിനെ തുടർന്ന് അതിൽ നിന്ന് മാറി നിന്നിരുന്നു. പക്ഷേ സജീവമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പിന്നീട് അവസാന ഘട്ടത്തിലാണ് അതിൽ നിന്ന് പിന്മാറുകയും BJP ഭരണസമിതി അവിടെ രൂപീകരിക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ അതിനുശേഷം സ്റ്റാൻഡിംഗ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ വീണ്ടും അവിശുദ്ധമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് അവിടെ സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഈ സ്റ്റാൻഡിംഗ് കൗൺസിലുകൾ ഇത്തരത്തിൽ വീതിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് അവിടെ നടന്നിരിക്കുന്നത്. UDFും LDFും ഒത്തുചേർന്നുകൊണ്ട് ധനകാര്യ സമിതി സ്റ്റാൻഡിംഗ് കൗൺസിൽ ഒഴികെയുള്ള ബാക്കിയുള്ള സ്റ്റാൻഡിംഗ് കൗൺസിലുകൾ അത് പരസ്പരം വീതിച്ചെടുക്കാനുള്ള 3 LDFും അതുപോലെ തന്നെ 2 സ്റ്റാൻഡിംഗ് കൗൺസിലുകൾ UDFിന് നൽകിക്കൊണ്ട് പരസ്പരം വെച്ചുമാറാനുള്ള ഒരു നീക്കമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ഒരു ഇന്ത്യ മുന്നണി അവിടെ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയുള്ളൂ എങ്കിൽ പോലും അതിനുള്ള സജ്ജീകരണങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് പ്രകടമായിരിക്കുന്നത്. നമുക്കറിയാം, ധനകാര്യ കൗൺസിൽ എന്ന് പറയുന്നത് വൈസ് ചെയർപേഴ്സൺ ആണുള്ളത്. ആ വൈസ് ചെയർപേഴ്സൺ BJPയുടെ വൈസ് ചെയർപേഴ്സൺ ആണുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് BJPക്ക് ലഭിക്കും. മറ്റുള്ള 5 എണ്ണത്തിൽ അതിൽ 3 LDFിനും അതുപോലെ തന്നെ 2 UDFിനും പരസ്പരം വെച്ച് മാറാനുള്ള നീക്കമാണ് അവർ നടത്തിയിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായി ഒരു ആയുധമാക്കുകയാണ് BJP എന്നുള്ളത്. ഇന്ത്യ സഖ്യമില്ല എന്നുള്ള വലിയ രീതിയിലുള്ള കേരളത്തിൽ അവർ പരസ്പരം പോരടിക്കുകയാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം നടക്കുകയും അതേസമയം തന്നെ അന്തർധാരയിൽ ഇത്തരത്തിൽ BJPക്കെതിരെ ഇത്തരത്തിലുള്ള സജീവമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ അത്തരത്തിലുള്ള നീക്കങ്ങളെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ അവർ കൈപിടിക്കാൻ തയ്യാറായത്, ഒന്നിച്ചു പോകാൻ തയ്യാറായത് രാഷ്ട്രീയമായി വലിയ ആയുധമാക്കാൻ BJP തീരുമാനമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇത് ദോഷം ചെയ്യുക കോൺഗ്രസിനാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ ഒരു മുന്നേറ്റം, ആ മുന്നേറ്റത്തെ പരമാവധി നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് UDF പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ LDFുമായി നഗരസഭയിൽ കൈകോർത്തത്. അങ്ങനെയെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പ്രചാരണം ശക്തമാക്കാനാണ് BJP തയ്യാറായിരിക്കുന്നത്. തൃപ്പൂണിത്തുറ അടക്കം മാത്രമല്ല മറ്റിടങ്ങളിലും ഇത് സമീപ മണ്ഡലങ്ങളിലെല്ലാം BJP തൃപ്പൂണിത്തുറ നഗരസഭയിലെ ഈ അവിശുദ്ധ സഖ്യം ഈ ഇന്ത്യ മുന്നണിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണം ശക്തമാക്കും. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ നേട്ടമുണ്ടാക്കുമെന്ന് കരുതുന്ന UDFിന് അത് വലിയൊരു നേട്ടം, UDFിന് അതിലൊരു വലിയ ബുദ്ധിമുട്ടാകും, വലിയൊരു വെല്ലുവിളിയാകും ഈ ഇപ്പോഴത്തെ സ്റ്റാൻഡിംഗ് കൗൺസിലിലെ ഒന്നിച്ചുള്ള മുന്നേറ്റം എന്നുള്ളത് വലിയ രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടും. ഏതായാലും ഇത് ഭരണസമിതി പിടിച്ച BJPക്കെതിരെ NDAക്കെതിരെ അവിശുദ്ധ കൂട്ടുകെട്ടലുമായി മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കുന്ന തടസ്സം നിർത്താനുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ, ഇത്തരത്തിലുള്ള സൂചിപ്പിച്ചതുപോലെ ഈ ഇടത് വലത് മുന്നണികൾ എങ്ങനെയെങ്കിലും ജയിച്ചു കയറാൻ എന്ത് നാണം കെട്ട കൂട്ടുകെട്ടിനും തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതാണ് തന്നെയാണ് തൃപ്പൂണിത്തുറയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇന്ത്യ സഖ്യം അവിശുദ്ധ കൂട്ടുകെട്ട്. എന്തായാലും ഇത് ചർച്ചയാക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. പക്ഷേ ഈ സഖ്യം വല്ലാതെ കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കും കേരളത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. മിഥുൻ അയ്യപ്പനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.